Good evening. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening. എല്ലാരും സേഫ് ആയിട്ടിരിക്കുകയാണോ? കുഴപ്പമൊന്നുമില്ലല്ലോ? Yes, ma'am. ഇല്ല. ഓക്കെ. മഴയൊക്കെ ഉണ്ടോ ഇവിടെ? ഇന്നില്ലായിരുന്നു. ഓക്കെ ഓക്കെ. 2 ദിവസം ക്ലാസ് ഉണ്ടായിരുന്നില്ലല്ലോ? അതെ. ആ ഭാഗത്തു നിന്നുള്ളവർ ആരെങ്കിലും ഉണ്ടോ? വയനാട് ഭാഗത്തു നിന്ന് ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? ഇല്ല അല്ലേ? ബന്ധുക്കളോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ആ ഒരു ഭാഗത്ത്? ഇല്ല. ഉണ്ടോ? ആരാ മോളെ? എന്റെ വല്യപ്പനാ. അവരെല്ലാവരും സേഫാ, കുഴപ്പമില്ല. സേഫ് ആണ്. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ. ആ ഒരു പ്രദേശത്താണോ ഈ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ പ്രദേശത്ത് തന്നെയാണോ അവര് പ്രോപ്പർ ആയിട്ടുള്ളത്? സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ആണല്ലേ? അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് സ്കൂൾ മാനേജ്മെന്റ് ഗുഡ് ഈവനിങ്. സ്കൂൾ മാനേജ്മെന്റ് ആണ് എടുത്തിരുന്നത്. അതിന്റെ കണ്ടിന്യൂസ് ആണ് എന്ന് എടുക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ. കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സ്കൂൾ എങ്ങനെ മാനേജ് ചെയ്യണം എന്നാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് പറയുന്നത് കേട്ടോ. ഒരു സ്കൂൾ എങ്ങനെയാണ് ഒരു നല്ലൊരു ടീച്ചർ എന്ന രീതിയിൽ നമ്മൾ നടത്തിക്കൊണ്ട് പോവേണ്ടത്, കുട്ടികളെ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്, അതുപോലെ മൊത്തത്തിലുള്ള ആ സ്കൂളിന്റെ മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ. ഇവിടെ പറയുന്നുണ്ട് എന്താ, ആ ഒരു പാരാഗ്രാഫ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ, മൈൻഡിലൊന്ന് റീഡ് ചെയ്യുക. ആ ക്ലാസ് റൂം മാനേജ്മെന്റ്, പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു പാരാഗ്രാഫ് കേട്ടോ. ഇവിടെ പറയുന്നുണ്ട്, അതായത് ജനറലി സ്കൂളിലെ നടത്തിപ്പൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് മെയിൻ ആയിട്ട് ഒരു ടീച്ചർ ഉണ്ടാവും അല്ലെ, പ്രിൻസിപ്പാൾ എന്നുള്ള രീതിയിൽ, അതായത് ഹെഡ് ആയിട്ടിരിക്കുന്ന ഒരാളുണ്ടാകും. ആളാണ് എന്ത് ചെയ്യുന്നത്, ആ സ്കൂളിന്റെ മൊത്തത്തിലുള്ള മാനേജ്മെന്റും കാര്യങ്ങളും സൂപ്പർവിഷൻ കൊടുത്ത് മാനേജ് ചെയ്തു പോകുന്നത് അല്ലെ. പക്ഷെ ആ ഒരു വ്യക്തിയുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല ഒരു സ്കൂളിനെ മാനേജ് ചെയ്യാനായിട്ട് വേണ്ടത് അല്ലെ. അതായത് ആ ഒരു വ്യക്തി മാത്രം, അല്ലെങ്കിൽ ആ ഒരു ഹെഡിൽ, അതായത് സുപ്പീരിയർ ആയിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു സ്കൂളിനെ സംബന്ധിച്ച് ഒരു HMO അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പളോ വിചാരിച്ചാൽ മാത്രം സ്കൂള് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത്, അതായത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ ടീച്ചേഴ്സിനും എന്തുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ലെ. ഓരോ ടീച്ചേഴ്സും ശ്രമിച്ചാൽ മാത്രമാണ് എന്തുണ്ടാവുക, നല്ലൊരു ടീം വർക്കായിട്ട് ആ സ്കൂളിനെ നല്ല രീതിയിൽ മുമ്പോട്ട് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഒരാളല്ല, സെൻട്രായിട്ട് നിൽക്കുന്ന ഒരാൾ ഉണ്ടാകാം, ഓക്കെ, പക്ഷേ ആ ആള് മാത്രമല്ല അവിടുത്തെ ഡ്യൂട്ടീസ് ചെയ്യേണ്ടത്, മറിച്ച് എല്ലാ ടീച്ചേഴ്സും കൂടി ഒരുമിച്ചാണ് ചെയ്യേണ്ടത്. ഓരോ ടീച്ചേഴ്സിനും ഇപ്പൊ ഓരോ ക്ലാസ് റൂം ഡ്യൂട്ടി ഉണ്ടാവാം, ഓക്കെ, അത് ആ ഒരു ക്ലാസ്സിലെ കാര്യങ്ങൾ എല്ലാവരും അവർ ചെയ്യുന്നുണ്ടാകും. പക്ഷെ അത് മാത്രമല്ല, ആ സ്കൂളിലുള്ള മൊത്തത്തിലുള്ള ആ കുട്ടികളുടെ അച്ചടക്കം, അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യങ്ങൾ എല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം ഓരോ ടീച്ചേഴ്സും മുന്നോട്ട് പോവാൻ. ടീച്ചേഴ്സ് എന്ന് പറയുന്നത് വെറുതെ ഒരു ജോലി മാത്രമല്ല, ധാരാളം റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ജോലി കൂടിയാണ് അല്ലെ. കാരണം ഭാവിയിലെ കുഞ്ഞുങ്ങളെ നല്ല, എന്താ പറയാ, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഭാവിയിൽ നല്ലൊരു പൊസിഷനിൽ അവരെ എത്തിക്കാനും, അവരെ സൊസൈറ്റിയുമായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്തിട്ട് അവരെ അതായത് അവരുടെ ലൈഫില് കുറെ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനും ഒക്കെ എന്താണ് ശ്രമിക്കാൻ, അങ്ങനെയുള്ളൊരു റെസ്പോൺസിബിലിറ്റി ഇത് ഉള്ളത് ടീച്ചേഴ്സിനാണ് കേട്ടോ. കൂടുതലായിട്ട് സമൂഹവുമായിട്ട് ഇടപഴകാനായിട്ട് അവരെ വളർത്തിയെടുക്കുക. നമുക്കറിയാം അല്ലെ, ഇപ്പൊ വയനാടില്, അതായത് ആ മുണ്ടക്കൈ ഭാഗത്ത് അല്ലെങ്കിൽ ചുരൽമല ഭാഗത്തൊക്കെ ഉള്ള മണ്ണിടിച്ചില് ദുരന്തം, വലിയൊരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. ആ ദുരന്തത്തില് കുറച്ചുപേര് നിർഭാഗ്യവശാൽ മരിച്ചുപോയി, ബാക്കി കുറച്ചു പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. ആ രക്ഷാപ്രവർത്തനത്തില് എന്താ പറയാ, കൈകോർന്ന്, എന്താ പറയാ, ഇന്ത്യൻ ആർമി ആയാലും അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളായാലും സന്നദ്ധ പ്രവർത്തകര്, അവരൊക്കെ എന്താണ് ചെയ്യുന്നത്, അതായത് അവരുടെ ജീവൻ പോലും നോക്കാതെയാണ് മറ്റുള്ളവരെ രക്ഷപ്പെടുത്തി എങ്ങോട്ട് കൊണ്ടുപോകുന്നത്, ക്യാമ്പുകളിൽ എത്തിക്കുന്നത് അല്ലെ. അവരവരുടെ ജീവനല്ല നോക്കുന്നത്, മറിച്ച് മറ്റുള്ളവരെ സഹായിക്കാനാണ്, അവരെ രക്ഷിക്കാനാണ് നോക്കുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ചെറുപ്പത്തിൽ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ആരായിരിക്കും, അതായത് ഇന്ത്യൻ ആർമിയിൽ ചേരണം എന്നൊരു വ്യക്തി വിചാരിക്കുകയാണെങ്കിൽ അത് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമായിരിക്കില്ല. ഓക്കെ,
അങ്ങനെയുള്ള അതായത് ഇങ്ങനെയുള്ള ഇപ്പൊ നമ്മുടെ ഫയർഫോഴ്സ് ഉണ്ട്, എയർഫോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നേവി, അങ്ങനെയുള്ള അതുപോലെ ആർമി, ഇങ്ങനെയുള്ള വിവിധ പോസ്റ്റുകളിൽ ചേരുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് പെട്ടെന്നുള്ള ഒരു തീരുമാനത്തിന്റെ പുറത്തായിരിക്കില്ല ചേരുന്നത്. ചെറുപ്പത്തിലേ തുടങ്ങി അവരുടെ ഉള്ളിൽ അതിന്റെ ഒരു ഫയർ വന്നിട്ടുണ്ടാകും. അതായത് രാജ്യത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഉള്ളിൽ ആ ഒരു തീ ഉണ്ടാകും. അതുകൊണ്ടാണ് അവര് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ എന്ത് ചെയ്യുന്നത്, മിങ്കിളാവുന്നത്. അതായത് ഇതിനു വേണ്ടി മാത്രം അവർ ജീവിതം എന്ത് ചെയ്യുന്നത്, അവിടെ സമർപ്പിക്കുന്നത്. അപ്പോ ചെറുപ്പത്തിലെ തന്നെ ഇങ്ങനെയുള്ള വ്യക്തികളിൽ കൂടുതലും, അതായത് ആ ടീച്ചേഴ്സിന്റെ ഇൻഫ്ലുവൻസും അതുപോലെ അവർ പഠിച്ചു വന്ന പാഠങ്ങള്, അവർക്ക് കൂടുതൽ അധ്യാപകർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങള്, ഒരു ഫാമിലിയിൽ നിന്ന് പഠിച്ച കാര്യങ്ങള്, ഇതൊക്കെയാണ് ഒരു വ്യക്തിയെ നല്ലൊരു രീതിയിൽ നല്ലൊരു പൊസിഷനിൽ എത്തിക്കുന്നതും അതുപോലെ തന്നെ നാടിന് വേണ്ടി പലതും ചെയ്യാനും ആളുകളെ രക്ഷിക്കാനൊക്കെ സന്നദ്ധനാകുന്നത്. അപ്പോ ഇവിടെ പറയുന്നത് സ്കൂൾ എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഓവറോൾ ഒരാളുടെ കീഴിൽ മാത്രമല്ല അത്, മറിച്ച് എല്ലാ ടീച്ചേഴ്സും നല്ല രീതിയിൽ റെസ്പോൺസിബിൾ ആയിട്ട് നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്താൽ മാത്രമാണ് നമുക്ക് ഭാവിയില് നല്ല എന്താ പറയാ നല്ല ആളുകളെ സൃഷ്ടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇവിടെ ഒരു ടീം വർക്ക് ആയിട്ട് എന്ത് ചെയ്യണം, ടീച്ചേഴ്സ് പ്രവർത്തിക്കണം എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം എല്ലാ ടീച്ചേഴ്സും ഒരുപോലെയല്ല. ചില ടീച്ചേഴ്സ് കഴിവ് കൂടുതൽ ഉണ്ടാവും, സ്കിൽസ് കൂടുതലുള്ള ടീച്ചേഴ്സ് ഉണ്ടാവും. ചില ടീച്ചേഴ്സിനാണെങ്കിൽ സ്കില്ല് കുറവായിരിക്കുള്ളൂ. ഓക്കെ, എല്ലാവരെയും നമുക്ക് ഒരുപോലെ കണക്കാക്കാനായിട്ട് പറ്റില്ല. അതായത് പല കാറ്റഗറിയിൽ നിന്നുള്ള ആളുകളാണ് വരുന്നത്. അപ്പോ ആ കഴിവ് കുറഞ്ഞ ടീച്ചേഴ്സിന് എന്ത് ചെയ്യണം, അതായത് ഒരു ടീം വർക്കായിട്ട് അവരെ ആ ഒരു നല്ല ഇപ്പോ സൂപ്പർവിഷൻ കൊടുക്കാനായിട്ട് 1-2 ടീച്ചേഴ്സ് ഉണ്ടാവും ഒരു ഗ്രൂപ്പ് ആക്കി തിരിച്ചു കഴിഞ്ഞാല്. അപ്പൊ അവരുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യണം, അവരുടെ സൂപ്പർവിഷനിൽ കഴിവ് കുറഞ്ഞിട്ടുള്ള ടീച്ചേഴ്സിന് എന്ത് ചെയ്യണം, അവരിലേക്ക് കൂടി ആഡ് ചെയ്തിട്ട്, അതായത് അവര് പ്രോപ്പറായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരിലും എന്ത് വളർത്തിയെടുക്കണം, സ്കിൽസ് വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കണം. ഒരു ടീം വർക്കായിട്ട് ചേർന്ന് എന്ത് ചെയ്യണം, കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ട് ചെയ്യണം. കുറവുള്ളിടത്ത് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവുകളൊക്കെ പരിഹരിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, കാര്യങ്ങള് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മുടെ കൂടെ ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പഠിക്കാനിരിക്കുകയാണെന്ന് വിചാരിക്കുക, നമ്മളിപ്പോ കോളേജിലും സ്കൂളുകളിലൊക്കെ പോയിട്ടുള്ള ആളുകളാണല്ലോ. അപ്പോ നമ്മൾ കുറച്ച് നല്ല രീതിയിൽ പഠിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ബെഞ്ചിലിരിക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള, അതായത് നമ്മുടെ ആ ക്ലാസ്സിലുള്ള ആർക്കെങ്കിലും വായിക്കാനോ അല്ലെങ്കിൽ എഴുതാനോ ബുദ്ധിമുട്ടുള്ളവര്, പഠിച്ചിട്ട് മനസ്സിലാകാത്തവര്, അങ്ങനെയുള്ളവര് നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ അവരെയും കൂടി ചേർത്ത് കഴിഞ്ഞാല്, നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് അവർക്ക് കൂടുതൽ ക്യാച്ച് ചെയ്യുകയും അവർ പെട്ടെന്ന് പഠിച്ചൊരു ലെവലിലാകുകയും അങ്ങനെ ഉള്ളൊരു ടെൻഡൻസി കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ടീച്ചേഴ്സിന്റെ കാര്യത്തിൽ നമുക്ക് ചെയ്യേണ്ടത്. കഴിവ് കുറഞ്ഞിട്ടുള്ള ടീച്ചേഴ്സ് ആണെങ്കിൽ അവരെ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ ചേർത്തിട്ട് കൂടുതൽ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ പ്രാപ്തി ഉള്ളവരാക്കി തീർക്കുക. ഒരു ടീം വർക്ക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് വർക്ക് ആയിട്ട് വേണം സ്കൂളിലെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ടീച്ചർക്ക് എന്താ പറയാ അധികം ആക്റ്റീവ് അല്ല ഒരു ടീച്ചർ എന്ന് വിചാരിക്കുക, ഒരു പാഠഭാഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതെന്തായാലും വേണമല്ലോ, അതാണല്ലോ അവരുടെ ജോലി. പക്ഷെ അവര് വേറെ ആക്ടിവിറ്റീസിൽ, അതായത് കുട്ടികളെ മറ്റുള്ള കലാപരിപാടികളിൽ പങ്കെടുപ്പിക്കാനോ അല്ലെങ്കിൽ സ്കൂളിലെ മറ്റ് ആക്ടിവിറ്റീസിലോ ഒന്നും ഇവർക്ക് താല്പര്യമില്ല. ഓക്കെ, ഇവരെന്താണ്, ആ ക്ലാസ് കഴിഞ്ഞ് ഒരു സബ്ജക്ട്, ഇപ്പൊ ഒരു സബ്ജക്ട് മാത്സ് ആണെങ്കിൽ ആ മാത്സ് വന്ന് പഠിപ്പിക്കുന്നു, ദെൻ അവർ തിരിച്ചു പോകുന്നു. വേറൊരു ഇന്ററാക്ഷനോ കാര്യങ്ങളോ ഇല്ല. കുട്ടികളുടെ കഴിവ് അവർ കാണാതെ പോകുന്നു. എന്തൊക്കെയാണ് കുട്ടികൾക്കുള്ള കഴിവുകളും കാര്യങ്ങളും അതൊന്നും അവർ ശ്രദ്ധിക്കുന്നേയില്ല. അങ്ങനെയുള്ള ടീച്ചർമാരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, അതായത് നല്ല രീതിയിൽ ആക്ടിവേറ്റ് ആയിട്ടുള്ള ടീച്ചർമാരിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവരുടെ കൂടെ നിന്ന് അതുപോലെ പ്രവർത്തിക്കാനായിട്ട് ചെയ്യുകയും വേണം. അപ്പൊ കൂടുതൽ അവരെന്ത് ചെയ്യും, കൂടുതൽ വളരെ ചെയ്യുള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കാം. ഇനി അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് ജോലി പങ്കിടുന്നതിൽ, അതായത് സ്കൂളില് നമ്മള് ഓരോ ടീച്ചേഴ്സിനും ഓരോ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവുമല്ലോ. ആ ജോലി പങ്കിടുന്നതില് ടീച്ചേഴ്സിന്റെ താല്പര്യം കൂടി നോക്കണം. ഓക്കെ, ഇപ്പൊ ചില ടീച്ചേഴ്സിന് ഡാൻസ് പഠിപ്പിക്കുന്നത് ഇഷ്ടമായിരിക്കാം, ചില ടീച്ചേഴ്സിന് പാട്ട് പഠിപ്പിക്കുന്നത് ഇഷ്ടമായിരിക്കാം, ചില ടീച്ചേഴ്സിനാണെങ്കിൽ ഡ്രോയിങ്ങിലായിരിക്കും താല്പര്യം,
ചില ടീച്ചേഴ്സിനാണെങ്കിൽ PT-യിലായിരിക്കും. കാരണം കൂടുതൽ കായികമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കുട്ടികളെ ചെയ്യിപ്പിക്കാനായിട്ട് താല്പര്യമുള്ള ടീച്ചേഴ്സ് ഉണ്ടാകും. അവര് വളർന്നു വന്ന വഴി അല്ലെങ്കിൽ അവരൊരു ടീച്ചറാണ് ഓക്കെ, പക്ഷെ അവർക്ക് എക്സ്ട്രാ സ്കില്ലുകൾ ഉണ്ട് ടീച്ചേഴ്സിനായാലും. ഇപ്പൊ NCC-യിലുള്ള ടീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ NSS-ലുള്ള ടീച്ചേഴ്സ് ഉണ്ട്. അങ്ങനെ ധാരാളം ടീച്ചേഴ്സിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അവരുടെ മേഖല എന്താണ്, അവരുടെ കഴിവുകൾ എന്താണ്, അത് വെച്ചിട്ട് അവർ ഏത് വഴിയാണോ വന്നത്, ഇപ്പൊ NSS-ൽ ആക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ NCC-യിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ടീച്ചറിന് ആ ഒരു ഫീൽഡ് സ്കൂളുകളിൽ കുട്ടികൾ എന്ത് ചെയ്യാം, നമുക്ക് ആ ടീച്ചറെയും കുട്ടികളെയും ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി, മീൻസ് NSS-ന് അല്ലെങ്കിൽ NCC-ക്ക് താല്പര്യമുള്ള കുട്ടികളെ ഈ ടീച്ചറിന്റെ ഗൈഡൻസിൽ എന്ത് ചെയ്യാം, നമുക്ക് ട്രെയിനിങ് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഡാൻസിൽ താല്പര്യമുള്ള ടീച്ചർ ആണെങ്കിൽ, അതായത് സ്കൂൾ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കോളേജ് കാലഘട്ടത്തിലൊക്കെ ഡാൻസ് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്ത് കലാതിലകം അങ്ങനെയുള്ള അല്ലെങ്കിൽ സ്റ്റേജ് ഷോകളൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു ടീച്ചർ ആണെങ്കിൽ ആ ടീച്ചറെ നമുക്ക് സബ്ജക്റ്റിന് പുറമെ, ആ ടീച്ചർ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിന് പുറമെ നമുക്ക് എന്ത് ചെയ്യാം, ആ ടീച്ചറെ നമുക്ക് അപ്പോയിന്റ് ചെയ്യാം അല്ലെ. അതായത് കുട്ടികളെ ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ കൂടുതൽ ടീച്ചേഴ്സിന്റെ താല്പര്യം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടീച്ചേഴ്സിനെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോ ജോലി പങ്കിടുന്ന കാര്യത്തില് ടീച്ചേഴ്സിന്റെ ആ ഒരു താല്പര്യം കൂടി, ഇൻട്രസ്റ്റും കൂടി നമ്മൾ കണക്കിലാക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും ഇപ്പോ നമ്മൾ ഒരേപോലെ പറയുന്നുണ്ടല്ലോ, എന്റെ വിദ്യാലയം, അതായത് എന്തെങ്കിലും ഇപ്പോ August 15th അല്ലെ, സ്വാതന്ത്ര്യ ദിനത്തിനെന്നും അതുപോലെ തന്നെ റിപ്പബ്ലിക് ഡേയുടെ എന്നൊക്കെ എന്താണ് ഭയങ്കര ആഘോഷങ്ങളാണ് സ്കൂളുകളിൽ അല്ലെ. എന്തുകൊണ്ടാണ്, അപ്പൊ നമുക്ക് എന്താണ്, ടീച്ചേഴ്സ് ആയാലും കുട്ടികളായാലും ഒരൊത്തൊരുമ അല്ലെ, എന്റെ വിദ്യാലയമാണ് അല്ലെങ്കിൽ എന്റെ രാജ്യമാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് പക്ഷേ ആ ദിവസം മാത്രമല്ല നമ്മൾ പറയേണ്ടത്, എല്ലാ ദിവസവും നമ്മുടെ പ്രവർത്തനത്തിലൂടെ എന്റെ വിദ്യാലയമാണ്, എന്റെ സ്കൂളാണത് അല്ലെങ്കിൽ എന്റെ കുട്ടികളാണെന്നത് ഒരു തോന്നല് നമുക്ക് എല്ലായ്പ്പോഴും സ്കൂളിൽ പ്രവർത്തിക്കുമ്പോൾ വേണം. ഓക്കെ, കേവലം ഒരു സാലറി വാങ്ങാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ സ്കൂളിൽ പോകുന്നത്. നമ്മുടെ ഒരു പാഷനായിട്ട് ആ ഒരു ടീച്ചിങ്ങിനെ നമ്മൾ കാണണമെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പൊ നമ്മുടെ കുട്ടികളെ പോലെ, നമ്മുടെ സ്കൂളിൽ, നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മക്കളെ പോലെ തന്നെ അവിടുത്തെ മക്കളെയും നമ്മൾ എന്ത് ചെയ്യണം, കൈകാര്യം ചെയ്യണം. അവരുടെ ഓരോ കാര്യങ്ങളും, മൈന്യൂട്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് അവരെ പ്രോപ്പറായിട്ട് നടത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ എന്റെ വിദ്യാലയം എന്ന് പറയുന്നത് ആ പറച്ചില് മാത്രമല്ല. എന്റെ സ്കൂൾ എന്ന് പറയുമ്പോൾ ആ പറയുന്ന ഒരു ഇതിലുണ്ടാകണം നമ്മുടെ എത്രത്തോളം നമുക്ക് ഒരു സിൻസിയർ, അതായത് ആത്മാർത്ഥത ഉണ്ടെന്ന് നമുക്ക് ആ പറച്ചില് മറ്റുള്ളവർക്ക് തോന്നണം. വെറുതെ ഒരു ഷോ കാണിക്കാൻ മാത്രം നമ്മൾ എന്റെ സ്കൂൾ എന്ന് പറയാനായിട്ട് പാടില്ല. ഓക്കെ, ധാരാളം കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടെ പറയുന്നുണ്ട് കുറെ അധികം ടീച്ചേഴ്സിനെ നമ്മൾ സബ്ജക്ട് ബേസിലാണ് എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇംഗ്ലീഷിന് ഒരു ടീച്ചർ, മാത്സിന് ഒരു ടീച്ചർ, സയൻസിന് ഒരു ടീച്ചർ. അപ്പൊ ഒരു സബ്ജക്ട് കൊടുത്തിട്ട് ഒരു ക്ലാസ് കൈകാര്യം ചെയ്യാനായിട്ട് അവർക്ക് കൊടുക്കും. ഓക്കെ, അപ്പോ അത് ചെയ്യണം. അത് കൂടാതെ പുറത്തേക്ക്, അതായത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കാര്യങ്ങളും കൂടി ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യണം. കുട്ടികളെ സൊസൈറ്റിയുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യിപ്പിക്കാനും, അതായത് അവരെ വളരത്തക്ക രീതിയിൽ, അവർക്ക് ഡെവലപ്മെന്റ് ഉണ്ടായ രീതിയിൽ നമ്മൾ കുട്ടികളെ വളർത്തിയെടുക്കണം. ഓക്കെ, അപ്പൊ ഒരു ക്ലാസ്സിലെ എല്ലാ കാര്യങ്ങളും, കുട്ടികളുടെ സ്റ്റഡീസ് മാത്രമല്ല, പകരം വേറെ പല കാര്യങ്ങളും കൂടി അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഇതിനെ പറയുന്നതാണ് എന്ത്, ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒരു ക്ലാസ്സിനെ സംബന്ധിച്ച് ആ കുട്ടികളുടെ ഡെവലപ്മെന്റ്, അവരുടെ സ്റ്റഡീസ്, അവരുടെ സൈലൻസ്, അതുപോലെ അവരുടെ ബിഹേവിയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിൽ വരുന്നതാണ്, ക്ലാസ് റൂം മാനേജ്മെന്റിൽ വരുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ, ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമത്തെ പാരഗ്രാഫ് നിങ്ങൾ വായിച്ചു പോകുന്നുണ്ടോ? അത് വായിച്ചു പോകുന്നുണ്ടോ? വായിക്കുന്നുണ്ടോ? ഒന്ന് വായിക്കിട്ടോ. അത് ഒരു 5 മിനിറ്റ് തരാം. ആ പാരാഗ്രാഫ് ഒന്ന് മൊത്തം ഒന്ന് വായിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പിടി കിട്ടില്ല. ഈ ഒരു
ക്യാൻവാസിങ് ആൻഡ് പ്രൊപ്പഗണ്ടാസ് അത് വേണ്ട, അതിന് മുമ്പുള്ള കാര്യം വരെ ഒന്ന് വായിച്ചു പോകുക കേട്ടോ. മോസ്റ്റ് ടീച്ചേഴ്സ് തുടങ്ങി. ഓക്കെ, വായിച്ചോ? യെസ് മാം. ഓക്കെ ഓക്കെ. ഇപ്പൊ ഇവിടെ പറയുന്നത് എല്ലാ ടീച്ചേഴ്സിനും എല്ലായിടത്തും അച്ചടക്കം പാലിക്കാനായിട്ട് അധ്യാപകർ ശ്രമിക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് കുട്ടികളിൽ അച്ചടക്കം വളർത്തിയെടുക്കാനായിട്ട് ആര് ശ്രമിക്കണം? അധ്യാപകര് ശ്രമിക്കണം. ഇപ്പൊ ഫുട്പാത്തിലൊക്കെ കൂടി നമ്മൾ നടക്കുമ്പോൾ, അതായത് കുട്ടികൾ നടക്കുമ്പോൾ, സ്കൂളൊക്കെ വിട്ട് കഴിയുമ്പോൾ എന്താണ്, അവര് നടക്കുമല്ലോ, ഫുട്പാത്തിലൂടെ നടക്കുമ്പോൾ വിദ്യാർത്ഥികൾ വഴക്കുണ്ടാക്കുന്നത് ചിലപ്പോ നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നത് കാണാറുണ്ട്. ഇപ്പൊ കുട്ടികൾ തമ്മിലാകാം, അങ്ങനെ തന്നെ ഭീഷണികൾ നമ്മൾ കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ കൂട്ടുകാരെയൊക്കെ എന്താണ് ചീത്ത വിളിക്കുന്നത്, അസഭ്യം പറയുന്നതും കേൾക്കാൻ ഇടവരാറുണ്ട്, അല്ലെങ്കിൽ കാണാൻ ഇടവരാറുണ്ട്. ഓക്കെ, അത് ഒരു ടീച്ചർ എന്ന രീതിയിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാ പ്രതികരിക്കുക? നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പൊ ഒരു കുട്ടിയെ നമ്മള് കണ്ടു, അതായത് നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്, അവര് ഫുട്പാത്തിലൂടെ നടന്ന് എന്ത് ചെയ്യാണ്, ചീത്ത പറയുന്നു, ഭീഷണിപ്പെടുത്തുന്നു, അതുപോലെ തന്നെ എന്താണ് വഴക്കുണ്ടാക്കുകയാണ്, തല്ലുപിടിക്കുകയാണ് പരസ്പരം. ഇപ്പോ എന്താ പറയാ, ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ കോളറിനൊക്കെ കുത്തിപ്പിടിക്കും അല്ലെ, അതായത് ഈ വശത്തെ ഷർട്ടിന്റെ അതിന്റെ ഒക്കെ കുത്തിപ്പിടിച്ചിട്ട് അതുപോലെ ബാക്കില് പുറത്ത് സൈഡിലൊക്കെ ഇടിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ വെറുതെ തല്ലുന്നതൊക്കെ കാണാനായിട്ട് സാധിക്കും. എന്തടാ എന്നൊക്കെ ചോദിച്ച് ഷൗട്ട് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും, കാണാറുണ്ട് നമ്മൾ. അപ്പൊ നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? എന്ത് പറഞ്ഞവരെ മനസ്സിലാക്കും? ഭാവന ഒന്ന് പറഞ്ഞേ മോളെ, എന്ത് ചെയ്യും? മോളൊരു ടീച്ചറായിട്ട് ഇത് കാണുക ചെയ്യുന്നത്, മോളുടെ സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്, എന്താ ചെയ്യുക? മാം, ഞാൻ അവരെ പേഴ്സണലി വിളിച്ചിട്ട് അവരോട് ഇങ്ങനെ ചെയ്യരുതെന്ന് പറയുള്ളൂ. കാരണം ആ ഗ്രൂപ്പിൽ ചെന്നിട്ട് അവരോട് ഷൗട്ട് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഏത് കുട്ടിയാണോ അത് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് അല്ലെങ്കിൽ കാണുന്നത്, ആ കുട്ടീനെ പേഴ്സണലി വിളിച്ചിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാം, ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അല്ലാതെ അവരോട് ഷൗട്ട് ചെയ്യോ അല്ലെങ്കിൽ പണിഷ്മെന്റ് പോലെ ചെയ്യരുതെന്ന്. ഓക്കെ, വെരി ഗുഡ്. ദെൻ ആരിഫ, എന്താ ചെയ്യാ ആരിഫ അങ്ങനെ കണ്ടു കഴിഞ്ഞാല്? ആരിഫ, ലിൻഡ ഉണ്ടോ? വന്നോ? ആരിഫ എന്താ ചെയ്യാ? കുട്ടികൾ വഴക്കിടുന്നതൊക്കെ കണ്ടാൽ എന്താ ചെയ്യാ ആരിഫ? അവരോട് സോൾവ് ആക്കാനായിട്ട് ശ്രമിക്കും. പിന്നെ രണ്ടുപേരോടും കൂടി ആദ്യം എന്താ പ്രശ്നം എന്ന് ചോദിക്കും. അപ്പൊ ആരുടെ ഭാഗത്താ തെറ്റെന്നുള്ളത് കണ്ടെത്തിയിട്ട് അവരോട് സോറി എന്ന് പറഞ്ഞിട്ട് വിടാനായിട്ട് നോക്കും. ഓക്കെ. ദെൻ ആരാ? ആൻഡ്രിയ, എന്താ ചെയ്യാൻ മോളെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാല്? അവരോട് ഒരിക്കലും ഷൗട്ട് ചെയ്ത് നമ്മൾ സംസാരിക്കാൻ പാടില്ല. ഒന്നാമത് പബ്ലിക് ആയിട്ടായിരിക്കും അവര് ഫുട്പാത്തിൽ കൂടെ നടക്കുമ്പോൾ
നമ്മൾ അവരുടെ മുന്നിൽ വെച്ച് ഷൗട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു എന്താ പറയാ പബ്ലിഷ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അത് ഒരിക്കലും അവർ ഷൗട്ട് ചെയ്യാൻ പാടില്ല. അവരെ നമ്മൾ അവരെ സെപ്പറേറ്റ് വിളിച്ച് നിർത്തിയിട്ട് കാര്യം എന്താന്ന് ചോദിക്കും. ഗൗരവമുള്ള കാര്യങ്ങളാണെങ്കിൽ വീട്ടുകാരായിട്ട് സംസാരിച്ച് അത് ഒത്തുതീർപ്പാക്കാൻ പറയും. അതല്ല പിള്ളേരുകൾ തമ്മിലുള്ള ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ അത് അപ്പൊ തന്നെ സോൾവ് ആക്കി കൈകോർത്ത് പോവാൻ പറയും. ഒരിക്കലും അവരോട് ഷൗട്ട് ചെയ്യാൻ പാടില്ല. ഷൗട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ ഓക്കെ. മിസ്സിയ എന്താ മോളെ ചെയ്യാ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാല്? രണ്ടുപേരെയും വിളിക്കും, എന്നിട്ട് ചോദിക്കും എന്താ പ്രശ്നം, എന്നിട്ട് അത് തിരുത്തി കൊടുക്കും. ഇനി അങ്ങനെ ചെയ്യരുതെന്ന് പറയും. ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് നമ്മളിങ്ങനെ കണ്ടു കഴിഞ്ഞാല് വിളിച്ച് അന്വേഷിക്കണം. കാര്യം എന്താണ് നമ്മൾ അന്വേഷിക്കണം. ആ സമയത്ത് തന്നെ നമ്മൾ എന്താണ് കാര്യം എന്ന് അന്വേഷിക്കണം. അതിനുശേഷം അതായത് ഒന്നില്ലെങ്കിൽ എന്താണ് അന്വേഷിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ശിക്ഷിക്കാം, വേണമെങ്കിൽ ശിക്ഷിക്കാം. അല്ലെങ്കിൽ ആ ഒരു വിഷയം, ആ പിള്ളേര് തമ്മിലുള്ള ആ ഒരു വിഷയം നമുക്ക് ഒത്തുതീർപ്പാക്കാം. പക്ഷേ ഇത് പബ്ലിക്കിന് മുന്നിലാകരുത്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നേരത്തെ ഭാവന പറഞ്ഞ പോലെ, അതുപോലെ ആൻഡ്രിയ പറഞ്ഞ പോലെയൊക്കെ തന്നെ പബ്ലിക്കിന് മുമ്പിൽ അവരെ ഇൻസൾട്ട് ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ ആ ഒരു വിഷയം നമ്മൾ കണ്ടെന്ന് വിചാരിക്കുക, കുട്ടികൾ വഴക്കിടുകയാണ് അല്ലെങ്കിൽ കുട്ടികൾ ചീത്ത വിളിക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ നേരെ ചെന്നിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, വടി എടുത്തിട്ട് പോയിട്ട് അവനെ തല്ലാനോ അല്ലെങ്കിൽ അവനെ ചീത്ത പറയാനോ ഒരു ടീച്ചർ എന്ന രീതിയിൽ നമ്മൾ ശ്രമിക്കരുത്. ഓക്കെ, അതാണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് കേട്ടോ. മറിച്ചൊന്ന് മാറ്റി നിർത്തിയിട്ട് അല്ലെങ്കിൽ പിറ്റേ ദിവസം ക്ലാസ്സിൽ വന്ന ശേഷം എന്ത് ചെയ്യാം, നമുക്ക് ചോദിക്കാം, അന്വേഷിക്കാം എന്താണെന്നല്ല ഉണ്ടായത്, കാരണം റീസൺ എന്താണ്, ഉണ്ടാവാനുള്ള റീസൺ എന്താണ്. ദെൻ അത് തമ്മിൽ ഒത്തുതീർപ്പാക്കുക. രണ്ടു കൂട്ടർക്കും, രണ്ട് കുട്ടികൾ തമ്മിലാണെങ്കിൽ രണ്ട് കുട്ടികൾ തമ്മിൽ എന്ത് ചെയ്യുക, ഒത്തുതീർപ്പാക്കാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും പബ്ലിക്കിന് മുന്നിൽ വെച്ച്, ആളുകളുടെ മുന്നിൽ വെച്ച് ആ കുട്ടിയെ ഇൻസൾട്ട് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. നിങ്ങൾ എനിക്ക് തോന്നുന്നു തണ്ണീർ മത്തൻ ദിനങ്ങൾ ആ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലേ? അതിനകത്ത് ആ ഒരു ഹീറോയിൻ, ആ ഒരു ചെക്കൻ ഇവിടെ പറഞ്ഞതാണോ? ഒന്ന് മ്യൂട്ട് ചെയ്യട്ടോ. അതായത് ആ ഒരു സിനിമയിൽ ആ ഒരു രംഗമുണ്ട്. കാരണം എന്തോ ഒരു ക്ലാഷ് ഉണ്ടായിട്ട് HMന്റെ റൂമിൽ വന്നിട്ട് പാരന്റ്, അതായത് ഓപ്പോസിറ്റ് ആ ഒരു എന്തോ ഒരു അപകടം പറ്റിയ ആ ഒരു പയ്യന്റെ പാരന്റ് വന്നിട്ട് മറ്റേ കുട്ടിയെ ചീത്ത വിളിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊക്കെ എന്താണ്, അനുവദിക്കുന്നതല്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവാനായിട്ട് പാടുള്ളതല്ല. ഒത്തുതീർപ്പിനാണ് നമ്മൾ കൂടുതലും ശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെ പബ്ലിക്കായിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാല്, എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പോലും കുട്ടിയെ ഇൻസൾട്ട് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ഇത് കുട്ടിയിൽ കൂടുതൽ വാശി ഉണ്ടാക്കുക ചെയ്യുന്നത്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കുട്ടിക്ക് കൂടുതൽ വാശി ഉണ്ടാക്കും, കുട്ടിയുടെ കോൺഫിഡൻസ് കളയും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതുമൂലം ഉണ്ടാവുക. കുട്ടിയെ ഒരിക്കലും നമുക്ക് അതിലൂടെ ഷൗട്ട് ചെയ്യുന്നതിലൂടെ, പബ്ലിക്കായിട്ട് ഷൗട്ട് ചെയ്യുന്നതിലൂടെ കുട്ടി ഒരിക്കലും നമുക്ക് തിരുത്താനായിട്ട് സാധിക്കില്ല. നമ്മൾക്ക് എന്താ വേണ്ടത്, കുട്ടിയെ തിരുത്തണം അല്ലെ. കുട്ടി റിപ്പീറ്റ് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്, ഇപ്പോ കുട്ടികള് സ്കൂളിലൊക്കെ ടാപ്പിന് മുമ്പിലോ അല്ലെങ്കിൽ കൂളറിന് മുന്നിലോ, അതായത് ആ വെള്ളം കുടിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഏരിയയൊക്കെ അതിനൊക്കെ മുമ്പിലോ ആയിട്ട് കൂട്ടം കൂടി നിന്നിട്ട് എന്താ പറയാ, ഭയങ്കരമായിട്ട് ഒച്ചപ്പാടും ബഹളം അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരെ പറഞ്ഞിട്ട്, അതായത് ഓർഡർ ഇടാമെന്നാണ് പറയുന്നത്, രാജ്ഞിയെ പോലെ. അതായത് ക്ലാസ് റൂമിലോട്ട് കയറി പോവാന്ന് പറയാമെന്നോ അല്ലെങ്കിൽ ഇവിടെ കൂട്ടം കൂടി നിൽക്കരുതെന്നോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അതായത് സൈലന്റ് ആയിട്ടിരിക്കണം എപ്പോഴും. സ്കൂളിന്റെ അന്തരീക്ഷം എന്നുള്ളത് ഒരു കാമായിട്ടിരിക്കണം. ഓക്കെ, അത് ഇന്റർവെല്ലിന്റെ സമയത്താണെങ്കിലും നമുക്കറിയാം, ലഞ്ച് ബ്രേക്കിന്റെ സമയത്താണ് കൂടുതൽ ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അവര് ചോറ് തിന്നുന്ന, ആ ഒരു ഫുഡ് കഴിക്കുന്ന സമയത്താണ് കൂടുതൽ ഉണ്ടാവുക. അതല്ല, അതിപ്പോ വെള്ളം കുടിക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ബ്രേക്ക് ടൈമിനൊക്കെ വന്നു കഴിഞ്ഞാൽ അധികം ഒച്ചപ്പാടൊന്നും അല്ലെങ്കിൽ അത് ബഹളങ്ങളൊന്നും ഉണ്ടാക്കാതെ എന്ത് ചെയ്യാം, നമ്മൾ എന്തിനാണോ വന്നത്, ആ വെള്ളം കുടിക്കാനാണ് വന്നതെങ്കിൽ വെള്ളം കുടിച്ചിട്ട് എന്ത് ചെയ്യാം, പോകാനായിട്ട് ശ്രമിക്കുക. അതിനു മുമ്പിൽ കിടന്ന് എന്ത് ചെയ്യാൻ പാടില്ല, ലഹള അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് തീർത്തും നല്ല അച്ചടക്കത്തോടുകൂടി സൈലന്റ് ആയിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളും മറ്റും ചെയ്യാൻ. ഓക്കെ, പിന്നെ നമ്മൾ വേറൊരു കാര്യം സ്കൂളുകളിൽ കാണാറുള്ളതാണ്. അതായത് പ്രാർത്ഥന, അസംബ്ലി ഒക്കെ നടക്കുമ്പോൾ
അധ്യാപകർ എന്ത് ചെയ്യും, ഒന്ന് റൗണ്ട് ചെയ്യും. പ്രധാന അധ്യാപകരുണ്ടെങ്കിൽ ഒന്ന് റൗണ്ട് ചെയ്യും, അല്ലെങ്കിൽ PT ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ, ഡ്രില്ലിന്റെ ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റൗണ്ട് ചെയ്യും. എന്തിനാ റൗണ്ട് ചെയ്യണേ? വടിയും പിടിച്ചിട്ടായിരിക്കും റൗണ്ട് ചെയ്യുന്നത് അല്ലെ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ റൗണ്ട് ചെയ്യുന്നേ? കണ്ടിട്ടുണ്ടോ റൗണ്ട് ചെയ്യുന്നേ? ഉണ്ട്. എന്തിനാ മോളെ ഭാവന റൗണ്ട് ചെയ്യുന്നത് അങ്ങനെ ഒന്ന് പറഞ്ഞേ. ഇപ്പോ പ്രെയർ ഒക്കെ നടക്കുവാണെങ്കിൽ കുട്ടികള് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിലാണോ ആ സമയത്ത്, അങ്ങനെയൊക്കെ അറിയാനും പിന്നെ അവര് പ്രോപ്പർ ആയിട്ടുള്ള പ്ലേസിൽ തന്നെ ഉണ്ടോ അല്ലെങ്കിൽ വെളിയിൽ എവിടെയെങ്കിലും ഓടി നടക്കുവോ അങ്ങനെയൊക്കെ അറിയാനും അവരുടെ ഒരു പ്രൊട്ടക്ഷനും, പിന്നെ അവര് ആ പ്രെയർ ടൈമിൽ ആ പ്രെയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുവാണോ എന്നൊക്കെ അറിയാൻ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അസംബ്ലി കൂടുന്ന സമയത്ത് അധ്യാപകർ ഒന്ന് ചുറ്റി നടക്കും, സ്കൂളിൽ മൊത്തം ഒന്ന് എല്ലാ ക്ലാസ് റൂമിലും ഒന്ന് ചെക്ക് ചെയ്യും. ഏതെങ്കിലും കുട്ടികളെ ക്ലാസ്സിൽ ഒളിച്ചിരിപ്പുണ്ടോ എന്ന് നോക്കാനായിട്ട്. ചില കുട്ടികൾക്ക് വെയിലത്ത് നിൽക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് മിക്കവരും അതായത് അധികം അവരെന്താ പറയാ, അവർക്ക് കൂടുതൽ അധ്വാനിക്കാനായിട്ട് തയ്യാറുള്ള കുട്ടികളല്ല ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറയും. എപ്പോഴും ഒരു മൂലയ്ക്ക് ആ മൊബൈലും പിടിച്ചുകൊണ്ടിരിക്കാനാണ് കൂടുതലും കുട്ടികളും ശ്രമിക്കുക. അപ്പൊ എപ്പോഴും ഇരിക്കുക, കിടക്കുക, അങ്ങനെയുള്ള വിചാരങ്ങളാണ് കൂടുതലും പേർക്കും ഉള്ളത്. അപ്പൊ മുമ്പത്തെ പോലെയുള്ള ആ ഒരു എന്താ പറയാ, അസംബ്ലിയിൽ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കണം, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥന പാടണം, അല്ലെങ്കിൽ ഈശ്വര പ്രാർത്ഥന ചെയ്യണം, അല്ലെങ്കിൽ അസംബ്ലി അതായത് പ്രതിജ്ഞ പ്ലഡ്ജ് നമ്മൾ ചൊല്ലണം, അല്ലെങ്കിൽ ജനഗണമന ആ ഒരു ദേശീയ ഗാനം നമ്മൾ പാടണം. അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചിട്ടുള്ള ബോധം, അതായത് ആ ഒരു അവയർനെസ് കുട്ടികൾക്കില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, എന്തോ വന്ന് പാടുന്നത്, എന്തോ വന്ന് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും കുട്ടികളിൽ ഇപ്പൊ കണ്ടുവരുന്നത്. അപ്പൊ ഈ പ്രാർത്ഥന സമയത്ത് അല്ലെങ്കിൽ ഈ അസംബ്ലി സമയത്തൊക്കെ എന്ത് ചെയ്യാം, കുട്ടികൾ ഒളിച്ചിരിക്കാം. ചില കുട്ടികൾക്ക് വെയിലത്ത് നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. വെയിലുള്ള സമയത്താണ് അസംബ്ലി എങ്കിൽ എന്താണ്, വെയിലത്ത് നിൽക്കാനുള്ള ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, മടിയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ചില കുഞ്ഞുങ്ങളാണെങ്കിൽ ഭക്ഷണം കഴിച്ച് വന്നിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള കുട്ടികൾ അസംബ്ലി സമയത്ത് നിന്ന് കഴിയുമ്പോൾ തല കറങ്ങി വീഴുക ചെയ്യുന്നത്. അപ്പോ ഈ ഒരു ടെൻഡൻസി, അതായത് ആ ഒളിച്ചിരിക്കുന്ന കുട്ടികളെ പിടിച്ചിട്ട് അസംബ്ലിയിൽ കൊണ്ട് നിർത്താനും, അല്ലാതെ തന്നെ ചില കുട്ടികളാണെങ്കിൽ ബാത്റൂമിൽ പോകും, വാഷ്റൂമിൽ പോകും, ടോയ്ലറ്റിൽ പോകും, കൈ കഴുകാനോ മുഖം കഴുകാനോ ഉണ്ടെന്നും പറഞ്ഞ് മുങ്ങുന്ന പിള്ളേരുണ്ട്, ചില പിള്ളേര്. ഓക്കെ, അതായത് ഈ ഒരു ഇതിൽ പങ്കെടുക്കാതിരിക്കാനായിട്ട്. അപ്പൊ അവരെയൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ നിർത്തണം. എല്ലാ കുട്ടികളെയും നമ്മൾ ഇതിനകത്ത് പങ്കെടുപ്പിക്കണം. അതായത് ഒരു ബോധം അവരിൽ വളർത്തിയെടുക്കാനാണ് ഈശ്വര പ്രാർത്ഥന, അതുപോലെ തന്നെ പ്ലഡ്ജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്കൂളുകളിൽ ചെയ്യിപ്പിക്കുന്നത്. പിന്നെ ചില കുട്ടികളാണെങ്കിൽ അസുഖമാണെന്നും പറഞ്ഞ് തല കറങ്ങുന്നു, അല്ലെങ്കിൽ തലവേദനയാണെന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ വയറുവേദനയാണെന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും, ഇരിക്കാറുണ്ട്. അപ്പൊ കൂടുതലും ടീച്ചേഴ്സ് അതിന് അനുവദിക്കില്ല. കൂടുതലും കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട്, എല്ലാ കുട്ടികളെയും ക്ലാസ്സിലെ ഒരു സ്കൂളിലെ എല്ലാ കുട്ടികളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അസംബ്ലിയും മറ്റുമൊക്കെ നടക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പ്രത്യേകം ടീച്ചർ ശ്രദ്ധിക്കാറുണ്ട്, എല്ലാ കുഞ്ഞുങ്ങളെയും ഇതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് കേട്ടോ. ഓക്കെ, പിന്നെ ചില കുട്ടികളാണെങ്കിൽ എന്തെങ്കിലും ചടങ്ങുകൾ അല്ലെങ്കിൽ യോഗങ്ങള്, ഇപ്പൊ മീറ്റിങ്ങുകളൊക്കെ നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റേജിൽ എന്തെങ്കിലും ഒരു എന്താ പറയാ മീറ്റിംഗ് നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു യോഗം നടക്കുകയാണെങ്കിൽ ചില കുട്ടികൾ അതിന് പങ്കെടുക്കാറില്ല. ഓക്കെ, കുട്ടികൾ എന്ത് ചെയ്യും, ക്ലാസ്സിൽ തന്നെ ഇരിക്കും, എനിക്ക് വരാനായിട്ട് താല്പര്യമില്ല എന്ന് അവർ പറയാറുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പാടില്ല. അതായത് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു അസംബ്ലി കൂടാതിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾക്കൊക്കെ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാല് പിന്നീട് അത് അവരുടെ ഒരു ശീലമായിട്ട് മാറും. അത് നമ്മളിപ്പോ കണ്ടുവരാറുള്ളതാണ്. അതൊരു പതിവായിട്ട് മാറും. പിന്നീട് ഈ കുട്ടി എന്ത് ചെയ്യില്ല, ഇതിന് പങ്കെടുക്കേയില്ല. ഓക്കെ, അപ്പൊ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കുട്ടികളെ റെഗുലർ ആയിട്ട് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഇപ്പോ ഉച്ചഭക്ഷണം കഴിക്കുന്ന സമയമാണെങ്കിൽ കുറച്ച് അധ്യാപകർ എന്ത് ചെയ്യണം, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കണം. ഓക്കെ, നമുക്കറിയാം എന്താ പറയാ, ഇപ്പോ സ്കൂളുകളിൽ ഉച്ചഭക്ഷണം കൊടുക്കുന്ന സമയമാണെങ്കിൽ ഇപ്പൊ പ്രോപ്പറായിട്ട് എല്ലാ സ്കൂളുകളിലും, ഇപ്പൊ എയ്ഡഡ് ആണെങ്കിലും അതുപോലെ ഗവൺമെന്റ് സ്കൂളുകളിലാണെങ്കിലും, ഇപ്പൊ പ്രൈവറ്റ് സ്കൂളുകൾക്ക് മാത്രമാണ് നമ്മൾ ലഞ്ച് കൊണ്ടുപോകുന്നത് അല്ലെ, കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുത്തയക്കുന്നത്. അല്ലാതെയുള്ള സ്കൂളുകളാണെങ്കിൽ എന്താണ്, അവിടെ ഫുഡ് ഉണ്ടാവും അല്ലെ, ഇപ്പൊ ചോറും അതുപോലെ തന്നെ ഒരു ഒഴിച്ചുകറി, പിന്നെ ഒരു തോരൻ, അങ്ങനെയാണ് 2 തരം കറികളാണ്. മുമ്പ് എന്റെ ഒന്നും കാലത്തൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ, നമ്മുടെയൊക്കെ കാലത്ത് ഉണ്ടാവും. നിങ്ങളുടെയൊക്കെ കാലത്ത് ഉണ്ടായിരുന്നോ ഇത്തരത്തിലുള്ള കറികളും മറ്റും ഉണ്ടായിരുന്നോ, ഓർക്കുന്നുണ്ടോ? പയറും അച്ചാറും ഒക്കെ ആയിരുന്നു. ചെറുപയർ കഞ്ഞി അല്ലെ, കഞ്ഞിയും ചെറുപയറുമായിരുന്നില്ലേ?
ആ അത് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ടോട്ടൽ ഭയങ്കരമായിട്ട് ചേഞ്ച് വന്നല്ലേ. ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഭാഗ്യവാന്മാരാണ്. പണ്ട് കഞ്ഞിയൊക്കെ ആയിരുന്നു സ്കൂളില്. ഇപ്പൊ ചോറും സാമ്പാറും അവിയലൊക്കെ കൂട്ടിയ പിള്ളേര് ചോറ് ആ കഞ്ഞിയായിരുന്നു സ്കൂളില് കൂടുതലും. കഞ്ഞി കുടിക്കുന്ന പിള്ളേരുണ്ടാവും. എന്റെ കാര്യത്തില് ഞാൻ കുടിക്കുമായിരുന്നില്ല, ചോറ് കൊണ്ടുപോവുക ചെയ്തിരുന്നത്. അപ്പൊ ചില കുട്ടികൾക്ക് എന്താണ് കഞ്ഞി ഇഷ്ടമായിരുന്നു. പഴയ ചില കുട്ടികളുണ്ട്, അവർക്ക് ഭയങ്കര കഞ്ഞി ഇഷ്ടമായിരുന്നു, അവര് കുടിക്കുന്ന കുട്ടികൾ. അല്ലാതെ ഉള്ളവരാണെങ്കിൽ വീട്ടിൽ നിന്ന് മീൽസ് കൊണ്ടുപോവുക ചെയ്യുന്നത്. ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ നമ്മൾക്ക് അല്ലെ, അവര് കഞ്ഞിക്ക് പേര്, അതായത് ഉച്ചക്കഞ്ഞിക്ക് പേര് കൊടുത്താൽ കിട്ടുന്നത് ചോറും ഒരു തരം കറിയും, അതായത് ഒരു ഒഴിച്ചുകറി, ഒരു തോരൻ അല്ലെങ്കിൽ ഒരു അച്ചാറൊക്കെ ഉണ്ടാവും അല്ലെ. നല്ല സുലഭമായിട്ടാണ് സ്കൂളുകളിൽ ഇത് വിതരണം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, ക്യൂ പാലിച്ച് അവരോട് അച്ചടക്കം കീപ്പ് ചെയ്ത് ക്യൂവിൽ നിന്നുകൊണ്ട്, അല്ല ഒരു ക്യൂ ഉണ്ടാവുമല്ലോ. അപ്പൊ ആദ്യം കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കൊടുക്കും ഒരേ സമയത്ത് തന്നെ, പക്ഷെ ഏറ്റവും ആദ്യം കൊടുക്കുന്നത് LP വിഭാഗത്തിനാണ്. ഓക്കെ, അല്ലെങ്കിൽ നഴ്സറി വിഭാഗത്തിനൊക്കെയാണ് ആദ്യം മീൽസ് കൊണ്ടുപോകുക. കുഞ്ഞുങ്ങളാണല്ലോ, തീരെ ചെറുതുങ്ങളാണല്ലോ, അവർക്കൊക്കെ ആദ്യം കൊണ്ടുപോയാണ് കൊടുക്കുന്നത്. ഇവിടെ കൊടുക്കുമ്പോൾ തന്നെ എന്താണ്, അതായത് ഓരോ ക്രമമുണ്ട് കൊടുക്കുന്നതിന്. അതായത് പ്രോപ്പർ ആയിട്ട് കുട്ടികള് ക്യൂവിൽ നിന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് വാങ്ങിക്കുന്നത്, അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത്. നല്ല രീതിയിൽ അച്ചടക്കം പാലിച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ, ഇത് വാങ്ങിക്കാനും പിന്നീട് ഇത് കൊണ്ടുപോയി അവരുടെ സീറ്റിൽ വെച്ചത് കഴിക്കാനും. ഇനി കഴിക്കണ സമയത്താണെങ്കിലും നമ്മൾ ടേബിൾ മാനേഴ്സ് കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. അത് കുട്ടികളെ കൊണ്ട് നമ്മൾ ശീലിപ്പിക്കണം. അതായത് ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ ഇവിടെയൊക്കെ എന്താണ് വീഴ്ത്താതെ, നല്ല എന്താ പറയാ, നല്ല അച്ചടക്കത്തോടു കൂടി അത് സൈലന്റ് ആയിട്ട് ഇരുന്ന് കഴിച്ചിട്ട് വേണം കുട്ടികളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അധികം എന്താ പറയാ, കൂടുതൽ സംസാരിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല എന്ന് കുഞ്ഞുങ്ങളോട് പ്രത്യേകം നമ്മൾ പറയണം. ഭക്ഷണം കഴിക്കുന്ന സമയമാണെങ്കിൽ ഭക്ഷണം തന്നെ കഴിക്കാൻ ശ്രമിക്കുക. അധികം വർത്താനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് പറയണം. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് വേസ്റ്റിൽ കൊണ്ടുപോയി ഭക്ഷണ പദാർത്ഥങ്ങൾ ഫുൾ വേസ്റ്റ് ആക്കാതെ ബാക്കി വന്ന എന്തെങ്കിലും ഇത് കൊണ്ടുപോയി, അതായത് വേസ്റ്റ് ആയിട്ട് വരുന്നത് കൊണ്ടുപോയി വേസ്റ്റ് ബാസ്ക്കറ്റ് ഇട്ടതിന് ശേഷം പാത്രം കഴുകി ബാഗിൽ വെക്കാനായിട്ട് പ്രത്യേകം പറയണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ ടേബിൾ മാനേഴ്സ് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള കാര്യങ്ങളിൽ വരുന്നത്. ദെൻ അടുത്തത് പറയുന്നത് ഗേറ്റ് വാച്ചിങ് ആണ്. ഓക്കെ, നമുക്കറിയാം അല്ലെ, സ്കൂളുകളിൽ ബെല്ലടിക്കുന്നതിന് മുമ്പായിട്ട് അല്ലെ, ഫസ്റ്റ് ബെല്ലുണ്ട് അതുപോലെ സെക്കൻഡ് ബെല്ലുണ്ട് അല്ലെ. ഈ രണ്ട് ബെല്ലടിക്കുന്നതിന് മുമ്പായിട്ട് ഗേറ്റ് വാച്ചിങ് ഉണ്ടാവും. ഗേറ്റിന്റെ അവിടെ കുറച്ച് ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ടീച്ചേഴ്സ് എപ്പോഴും നിരീക്ഷണത്തിനായിട്ട് ഉണ്ടാവും. വടിയും പിടിച്ച് നിൽപ്പുണ്ടാവും ചില ടീച്ചേഴ്സ്. അങ്ങനെ നിൽക്കുന്ന എന്തിനു വേണ്ടിയിട്ടുണ്ട്, അതായത് കുട്ടികൾ കറക്റ്റ് ആയിട്ട്, അതായത് സ്കൂളിൽ വരുന്ന, അതായത് സ്കൂളിലേക്കാണ് കുട്ടികൾ വരുന്നതെങ്കിൽ കടകളിലോ മറ്റോ പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ നേരിട്ട് സ്കൂളുകളിൽ വരുന്ന കുട്ടികളാണെങ്കിൽ അവരെ നേരിട്ട് ഗേറ്റിലോട്ട് അകത്തോട്ട് പ്രവേശിപ്പിക്കുകയും ദെൻ ഗേറ്റ് ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു. ആദ്യത്തെ ഒരു ബെല്ലടിക്കുമല്ലോ, ഫസ്റ്റ് ബെല്ലടിച്ച് കുറച്ചൊരു 15 മിനിറ്റിന്റെ ബ്രേക്കിലാണ് എന്ത് ചെയ്യുന്നത്, സെക്കൻഡ് ബെല്ലടിക്കുന്നത്. സെക്കൻഡ് ബെല്ല് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗേറ്റ് അവിടെ ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ടൈം ഉണ്ട്, ആ സമയത്തിനുള്ളിൽ ഗേറ്റ് ക്ലോസ് ചെയ്യും. എല്ലാ കുട്ടികളെയും പ്രോപ്പർ ആയിട്ട് ആ ഒരു ടൈം പീരീഡ്, അതായത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സമയത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫസ്റ്റ് ബെല്ല് അതുപോലെ സെക്കൻഡ് ബെല്ല് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആണോ? യെസ് മാം. ഓക്കെ, ദെൻ ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗണ്ട. സോ അതൊന്ന് വായിച്ചു നോക്കൂ കേട്ടോ, മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യാം.
ടൈപ്സ് ഓഫ് ക്യാൻവാസും വായിക്കണമോ? എന്താ അത് വായിച്ചോളൂ കേട്ടോ. ടൈപ്സ് ഓഫ് ക്യാൻവാസിംഗും വായിച്ചോളൂ. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? യെസ് മാം. ഓക്കെ, എന്താണ് ആരിഫ ഒന്ന് പറഞ്ഞേ മോളെ. ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗണ്ടാസ് ഒന്ന് പറഞ്ഞേ, എന്താ പറയുന്നത് അവിടെ? എങ്ങനെയാണ് നമ്മൾ ക്യാൻവാസ് ചെയ്യുന്നത് സ്കൂളുകളില്? അത് വായിച്ചിട്ട് എന്താണ് മനസ്സിലായെന്ന് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഓക്കെ, അത് തന്നെ പറയണം എന്നില്ല, ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്താൽ മതി കേട്ടോ. കിട്ടുന്നില്ലേ പറയാനായിട്ട് ആരിഫ? ഇല്ല മാം. ഇല്ല, ഓക്കെ, സാരില്ല. ഓക്കെ, ആരാ പറയാ? ഭാവന പറയോ ഒന്ന്? ഭാവന. ഞാൻ വായിച്ചത് പറയാം. ഭാവന മാം ഒരു ഐഡിയ പറഞ്ഞാൽ മതി മോളെ, അതിന്റെ തന്നെ ട്രാൻസ്ലേഷൻ പറയണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. മാം ഈ നഴ്സറി സ്കൂളുകളെയൊക്കെ സംബന്ധിച്ച് ചിലപ്പോൾ അവിടെ കുട്ടികളുടെ സ്ട്രെങ്ത് കുറവായിരിക്കും. അപ്പൊ ആ സാഹചര്യത്തിൽ ടീച്ചേഴ്സിനെ സംബന്ധിച്ച് അവർ ക്യാൻവാസിങ്ങിനും കാര്യങ്ങൾക്കും ഇറങ്ങേണ്ടതായിട്ട് വരും. അവര് ഇപ്പം അവർക്ക് വേണമെങ്കിൽ പല രീതിയിൽ ചെയ്യാം. അഡ്വർടൈസ്മെന്റ് കൊടുക്കുക, അല്ലെങ്കിൽ പ്രൊപ്പഗണ്ടാസോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള ക്യാൻവാസിങ്ങും ബ്രോഷേഴ്സ് വഴി സോഷ്യൽ മീഡിയാസ് വഴിയുള്ള ക്യാൻവാസിങ്ങും ചെയ്യാം. അല്ലെങ്കിൽ അല്ലാതെയുള്ള ഡോർ ടു ഡോർ അങ്ങനെയുള്ള ക്യാൻവാസിങ്ങും കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇനി സ്ട്രെങ്ത് കുറവുള്ളപ്പോൾ അവരുടെ ഈ നമ്മുടെ പ്രൊഫഷനെ അത് ബാധിക്കും, ആ ഒരു സ്കൂളിന്റെ നിലനിൽപ്പിനെയും ബാധിക്കും. ഭാവിയിലേക്ക് കുട്ടികളെ കിട്ടാണ്ട് വരും, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പ്രശ്നമാവും. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളെ കൂടുതലും ക്യാൻവാസിങ് ചെയ്യാം. പിന്നെ നമ്മള് പഠിപ്പിക്കുന്ന രീതി വെച്ച ഒരു എന്താ, ആ കുട്ടികളുടെ പേരൻസ് ഇപ്പം അവര് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ വേറെ കുട്ടികളോട് പറയും ഇങ്ങനെ സ്കൂൾ നല്ലതാണ്, അല്ലെങ്കിൽ അവിടുത്തെ ടീച്ചേഴ്സ് നല്ലതാണ് എന്നൊക്കെയുള്ള ഒരു ഇത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയുള്ള ക്യാൻവാസിങ് ആണെന്നാണ് എനിക്ക് വായിച്ചപ്പോ മനസ്സിലായത്. അതെ അതെ, അത് തന്നെയാണ് കേട്ടോ. ആദ്യത്തേത് പ്രചാരണം ക്യാൻവാസിങ് പറയുന്നില്ലേ, അതായത്
കൂടുതലും അതായത് വീക്ക് ആയിട്ടുള്ള ചില സ്കൂൾസിന് നമ്മൾ കാണാറുണ്ട് അല്ലെ, അധികം പോപ്പുലർ അല്ലാത്ത അല്ലെങ്കിൽ എന്താ പറയാ അധികം കുട്ടികളില്ലാത്ത സ്കൂളുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സ്കൂളുകളിലെ അധികൃതര്, അതായത് അവിടെയുള്ള ആളുകൾ, ടീച്ചേഴ്സ് ഒക്കെ എന്താ ചെയ്യുന്നത്, ആ ഒരു സമയമാകുമ്പോൾ, അതായത് ആ സ്കൂൾ ഓപ്പണിങ്ങിന്റെനേക്കാളും, അത് സ്കൂൾ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ജൂൺ ആ മാസത്തിലാണല്ലോ, അതിനൊരു 2-3 മാസം മുമ്പ് തന്നെ എന്ത് ചെയ്യും, ഇവര് പ്രചരണത്തിനായിട്ട് ഇറങ്ങും. നമ്മളിപ്പോ ഇലക്ഷനിലൊക്കെ കാണുന്നില്ലേ പ്രചരണം, അതുപോലെ തന്നെ. അതായത് അതെന്ന് പറഞ്ഞാൽ പബ്ലിക് ആയിട്ടുള്ള പ്രചരണമാണ് അല്ലെ, ഇതെന്ന് പറഞ്ഞാൽ സൈലന്റ് ആണ്. അതായത് കുറച്ചു പേര് കുട്ടികളുടെ വീടൊക്കെ അന്വേഷിച്ച് എന്നിട്ട് എന്ത് ചെയ്യും, കുട്ടികളെ അവരുടെ സ്കൂളിൽ ചേർപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, ചില സ്കൂളുകളിൽ ബാഗ്, കുട, അതുപോലെ തന്നെ ബുക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള സ്കൂൾസ് ഉണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം എല്ലായിടത്തും നോർമലാണ്. അതുകൂടാതെ രാവിലെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ചില സ്കൂളുകളുണ്ട്. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ ചെയ്യിപ്പിക്കുന്നത്, അവരുടെ സ്കൂളിലോട്ട് ഈ കുട്ടികളെ ചേർപ്പിക്കുക ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ പലതരത്തിലുള്ള മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് എന്താണ് കൂടുതൽ കുട്ടികളെ അവരെ ക്യാൻവാസ് ചെയ്യുന്നു, അവരുടെ സ്കൂളിലേക്ക് ആക്കുന്നു. ഓക്കെ, നേരത്തെ ഭാവന പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ കുറവാണെങ്കിൽ എന്താണ്, അത് ടീച്ചേഴ്സിന്റെ പ്രൊഫഷനെയും എന്ത് ചെയ്യും, ബാധിക്കും അല്ലെ. കുട്ടികൾ കുറവാണെങ്കിൽ എന്താണ്, കൂടുതൽ എന്തുണ്ടാവില്ല, അവർക്ക് കൂടുതൽ സാലറീസും മറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവർക്കും കുറവായിട്ടായിരിക്കും സാലറി അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി കുട്ടികൾ കൂടുതലാണെങ്കിൽ എന്താണ്, അവർക്കും മെച്ചമാണ് അല്ലെ. കുട്ടികൾ കുറവുള്ള സ്കൂളുകളാണെങ്കിൽ സാലറി മാത്രമല്ല, മറിച്ച് ആളുകളുടെ ഇടയിൽ ആ സ്കൂളുകളെ കുറിച്ച് അറിയപ്പെടാതെ പോകും. ഒരു പേരുണ്ടാവില്ല സ്കൂളിന്, എന്താണ്, അല്ലെങ്കിൽ സ്കൂൾ അങ്ങനെയുള്ള ഒരു സ്കൂൾ ഉണ്ടോ എന്ന് മറ്റുള്ളവർ ചോദിക്കാനായിട്ട് ഇടവരും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കുട്ടികളെ ക്യാൻവാസ് ചെയ്യാനായിട്ട് ആര് ശ്രമിക്കുന്നുണ്ട്, ടീച്ചേഴ്സ് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു സമയത്ത് നമുക്കറിയാം, ഒരു മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ ഒക്കെ മാസം ആകുമ്പോൾ സ്കൂളുകളിൽ നിന്ന് 2-3 ടീച്ചേഴ്സ് ഒക്കെ വരുന്നതായിട്ട് കാണാം. എന്നിട്ട് അവര് ഭയങ്കരമായിട്ട് നമ്മളോട് കെയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ, ഭയങ്കര സ്നേഹത്തോടെയൊക്കെ ഇടപെട്ട് സംസാരിച്ച് നമ്മളെ ചേർപ്പിക്കാനായിട്ടൊക്കെ നോക്കാറുണ്ട്. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് ക്യാൻവാസിംഗ് ആണ് അടുത്തത്. അപ്പോ ഈ ഒരു ആദ്യത്തെ ക്യാൻവാസിംഗ് നമുക്ക് ഡോർ ടു ഡോർ ക്യാൻവാസിംഗ് എന്ന് പറയാം. ഓക്കെ, അതായത് സ്കൂളിനെ അവർ പരിചയപ്പെടുത്തുന്നു, അതുപോലെ തന്നെ വീട് തോറുള്ള ക്യാൻവാസിംഗ് നടത്തുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാല് സ്കൂളിന്റെ റിസൾട്ടിനെ മോശമായിട്ടാണ് ബാധിക്കുക. ഓക്കെ, അതായത് സ്കൂളിനെ കുറിച്ചുള്ള പോസ്റ്ററുകള്, ദെൻ അതുപോലെ നോട്ടീസ്, പരസ്യങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, അവരവരുടെ സ്കൂളിലോട്ട് ചേർപ്പിക്കുന്നത് അല്ലെ. അതായത് ബിസിനസ് പരമായിട്ട് ഒരു തന്ത്രം എന്ന രീതിയിലാണ് ഈ ഒരു ക്യാൻവാസിംഗ് നടത്തുന്നത്. അപ്പൊ അതത്ര സ്കൂളിന് അത്ര നല്ല ആപ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല അങ്ങനെ കുട്ടികളെ ചേർപ്പിക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ ചെന്ന് പറഞ്ഞ് നമ്മൾ നോട്ടീസും പരസ്യവും ഒക്കെ കൊടുത്ത് കുട്ടികളെ ചേർപ്പിക്കുന്നത് അത്ര നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കില്ലെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് ഇൻഡോർ ക്യാൻവാസിംഗ്. ഇൻഡോർ ക്യാൻവാസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഗിവിംഗ് ഗുഡ് എഡ്യൂക്കേഷൻ ടു ദ പ്രസന്റ് സ്റ്റുഡൻസ്, കണ്ടിന്യൂയിങ് ഡിസിപ്ലിൻ, സ്ട്രിക്ട്ലി ക്വസ്റ്റൻ ദ എൻക്വയറീസ്. അതായത് നിലവിലെ വിദ്യാർത്ഥികൾക്ക്, അതായത് ഇപ്പൊ ഒരു സ്കൂളിൽ ഒരു 100 കുട്ടികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 50 കുട്ടികൾ ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുക, എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ അച്ചടക്കം പാലിക്കുക. അവിടെയുള്ള സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും ആ സ്കൂളിന്, അത് അതേപോലെ തന്നെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻസ്, അന്വേഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളുടെ മേൽ അന്വേഷണങ്ങളൊക്കെ നടത്തി അത് കർശനമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾ താനേ വരും സ്കൂളിലോട്ട്. നമ്മൾ എന്ത് ചെയ്യേണ്ട, അങ്ങോട്ട് ചെന്ന് ക്യാൻവാസ് ചെയ്യേണ്ട, കുട്ടികൾ എങ്ങോട്ട് വരും, സ്കൂളിലോട്ട് താനെ വരും. ഓക്കെ, നല്ല രീതിയിൽ ഇപ്പോ 100% റിസൾട്ട് അല്ലെങ്കിൽ 98% റിസൾട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളോരോ ബോർഡുകളൊക്കെ കാണാറില്ലേ. അങ്ങനെയുള്ള സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് നല്ലൊരു വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കുന്ന സ്കൂളുകളാണ്. അതായത് നല്ലൊരു റിസൾട്ട് അവരെ പബ്ലിഷ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള സ്കൂളുകളിലേക്ക് കുട്ടികൾ താനെ വരികയാണ് ചെയ്യുന്നത്. ആരും എന്ത് ചെയ്യേണ്ട, അങ്ങോട്ട് ചെന്ന് നമ്മൾ ക്യാൻവാസ് ചെയ്യേണ്ട ആവശ്യമില്ല, മറിച്ച് കുട്ടികൾ നമ്മളെ തേടി, സ്കൂളിനെ തേടിയാണ് വരുന്നത്. അതിനെ പറയുന്നതാണ് എന്ത്, ഇൻഡോർ ക്യാൻവാസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് നെഗറ്റീവ് ക്യാൻവാസിംഗ്.
നെഗറ്റീവ് ക്യാൻവാസിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ പറയുന്നുണ്ട്, അതായത് അഡ്മിഷൻസ് സാധാരണ ഞാൻ പറഞ്ഞു അഡ്മിഷൻസ് നടക്കുന്നത് കൂടുതലും ആ ഒരു മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കൂടുതൽ അഡ്മിഷൻസ് നടക്കുക. അപ്പോ അത് സാധാരണ സ്കൂളുകളിൽ ഉള്ളതാണ്, പിന്തുടരുന്നത്, ഫോളോ ചെയ്യുന്നതാണ്. ആ ഒരു സമയത്താണ് അഡ്മിഷൻ നടക്കുക. ഇനി വേറെ ചില കാരണങ്ങൾ കൊണ്ട് ചില സ്കൂളുകളിൽ ചിലപ്പോ അഡ്മിഷൻസ് ജൂലൈയിലോ അല്ലെങ്കിൽ സെപ്റ്റംബറിലോ ഒക്ടോബറിലോ അല്ലെങ്കിൽ അടുത്ത വർഷം ജനുവരിയിലോ ഒക്കെ ആകാറുണ്ട്. അതിനെ പറയുന്നതാണ് എന്ത്, നെഗറ്റീവ് ക്യാൻവാസിംഗ് എന്ന് പറയുന്നത്. അതായത് സമയം വൈകി എന്ത് ചെയ്യാണ്, കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നതാണ് എന്ത്, നെഗറ്റീവ് ക്യാൻവാസിംഗ്. ഇനി അതുപോലെ തന്നെ ചില കേസുകളിൽ വൈകി വരുന്ന കേസുകളൊക്കെ ഉണ്ട്. ഇപ്പോ അച്ഛനമ്മമാർക്ക് ജോലി ട്രാൻസ്ഫർ സംബന്ധമായിട്ട് കുട്ടികളുടെയും സ്കൂളുകൾ മാറ്റാറുണ്ട്. അതുപോലെ തന്നെ വേറെ സ്കൂളിൽ നിന്ന് പണിഷ്മെന്റ് മേടിച്ചിട്ട് മറ്റ് സ്കൂളുകളിൽ ചേർക്കാറുണ്ട് കുട്ടികളെ. അപ്പൊ അതൊക്കെ എന്തിൽ വരുന്നതാണ്, നെഗറ്റീവ് ക്യാൻവാസിംഗിലാണ് വരുന്നത്. ഓക്കെ. ഇനി ഇങ്ങനെ വരുന്ന കുട്ടികൾക്ക് ചില സ്കൂളുകൾ എന്ത് കൊടുക്കാറില്ല, അഡ്മിഷൻ കൊടുക്കാറുമില്ല. കാരണം വൈകി വന്ന കുട്ടിയാണ്. ഇപ്പൊ ജൂണിലാണ് ഈ ഒരു അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ചിലപ്പോൾ ആ കുട്ടി വരുന്നത് അടുത്ത ഒരു ജനുവരിയിലായിരിക്കും അല്ലെ. അപ്പൊ ചില കുട്ടികൾക്ക് ഈ ഒരു കേസിൽ എന്ത് കൊടുക്കാറില്ല, അഡ്മിഷൻ കൊടുക്കാറില്ല. അപ്പോ ആ ഒരു വർഷം ആ കുട്ടിയുടെ എന്താണ് പോവുകയാണ് ചെയ്യുന്നത്. അതിനെ പറയുന്നതാണ് എന്ത്, ചീറ്റിംഗ് അഡ്മിഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെ വൈകി വരുന്ന കേസുകളാണെങ്കിൽ അഡ്മിഷൻ ചില സ്കൂളുകൾ കൊടുക്കാറില്ല. അപ്പൊ ആ ഒരു വർഷം ആ കുട്ടിയുടെ പോകും. പിന്നെ നെക്സ്റ്റ് ഇയറിൽ ആ കുട്ടി ആ സ്റ്റാൻഡേർഡിൽ തന്നെ പഠിക്കേണ്ടി വരും. അപ്പൊ അതിനെ പറയുന്നതാണ് എന്ത്, ചീറ്റിംഗ് അഡ്മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. മനസ്സിലായോ ഇൻഡോർ ക്യാൻവാസിംഗ് എന്താണ്, നെഗറ്റീവ് ക്യാൻവാസിംഗ് എന്താണെന്ന്? ക്ലിയർ ആണോ? ഇനി അതുപോലെ തന്നെ പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസ്, ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കെട്ടിട പരിപാലനം, സ്കൂളിന്റെ ആ ഒരു പരിപാലനം എങ്ങനെയാണ്, പരിസരവും കെട്ടിട പരിപാലനവും കേട്ടോ. അതായത് പ്രധാന കെട്ടിടങ്ങള്, അതുപോലെ തന്നെ ഷെഡുകള്, താൽക്കാലിക കെട്ടിടങ്ങള്, അതുപോലെ ടോയ്ലറ്റ്സ്, പിന്നെ ജലസംഭരണികള്, വാട്ടർ സോഴ്സസ്, അങ്ങനെയുള്ള കാര്യം, വരാന്തകള്, അതുപോലെ കളിത്തോട്ടങ്ങള്, നടപ്പാതകള്, പിന്നെ പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഒരു സ്കൂൾ പരിസരം എന്ന് പറഞ്ഞാല്. അപ്പൊ ഒരു സാധാരണ ഒരു ബിൽഡിംഗ് മാത്രമല്ല ഉണ്ടാവുക, അതിനകത്ത് ഷെഡുകൾ ഉണ്ടാകും, അതുപോലെ ടോയ്ലറ്റ്സ് ഉണ്ടാകും, ദെൻ വാട്ടർ സോഴ്സസ് ഉണ്ടാകും, പിന്നെ വരാന്താസ് ഉണ്ടാകും, പൂന്തോട്ടങ്ങൾ ഉണ്ടാകും, അതുപോലെ നടപ്പാതകൾ ഉണ്ടാവും. ഇതൊക്കെ ചേർന്നിട്ടാണ് എന്ത്, ഒരു സ്കൂൾ പരിസരം. അപ്പോ കെട്ടിടത്തെ സംബന്ധിച്ചിടത്തോളം കെട്ടിടത്തിന് ചോർച്ച ഉണ്ടാവുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടൽ ഉണ്ടാവുകയാണെങ്കിലോ കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിലോ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഡാമേജ് ഉണ്ടാവുകയോ ചെയ്താല് അത് ഉടനെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അധ്യാപകരെ സംബന്ധിച്ചിപ്പോ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിപ്പിക്കുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യാം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണല്ലേ, ഓട് ഇപ്പൊ ഡാമേജ്, അതായത് കുറച്ച് പഴകിയ കെട്ടിടങ്ങളൊക്കെ ആണെങ്കിൽ, ഓടൊക്കെ ആണെങ്കിൽ, ഓടുമേഞ്ഞ കെട്ടിടങ്ങളൊക്കെ ആണെങ്കിൽ, മഴയൊക്കെ പെയ്യുന്ന സമയത്താണെങ്കിൽ ഓട് പൊട്ടി എന്ത് ചെയ്യാം, കുഞ്ഞുങ്ങളുടെ തലയിൽ വീഴാം, അല്ലെങ്കിൽ അധ്യാപകരുടെ തലയിലൊക്കെ വീഴാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നേരത്തെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അധികാരികളെ, അതായത് ആ സ്കൂളിലെ മാനേജ്മെന്റിന് എന്ത് ചെയ്യണം, നമ്മൾ ഈ കാര്യങ്ങൾ അറിയിക്കണം. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് ഇങ്ങനെ ഡാമേജ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പോ വരാന്താസിന് ഇപ്പൊ ടോയ്ലറ്റ്സിൽ ഇപ്പോ അവിടെ വാട്ടർ അവൈലബിൾ അല്ലെങ്കിലോ, അല്ലെങ്കിൽ അതായത് ഭക്ഷണം കഴിച്ച് നമ്മൾ കൈ കഴുകുന്ന സമയത്ത് വെള്ളം കിട്ടുന്നില്ലെങ്കിലോ, കുടിക്കാനായിട്ട് ശുദ്ധജലം നമുക്ക് കിട്ടുന്നില്ലെങ്കിലോ ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് മേലധികാരികളെ നമുക്ക് ഇത് റിപ്പോർട്ട് ചെയ്യാം. അത് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ മാനേജ്മെന്റിന് നമ്മൾ എന്ത് ചെയ്യണം, ഇത് പ്രോപ്പർ ആയിട്ട് അറിയിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളിൽ ഉണ്ട്, റെസ്പോൺസിബിലിറ്റി കേട്ടോ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും വിദ്യാർത്ഥികൾ ചുവരിൽ എഴുതുന്നതും, അതുപോലെ തന്നെ സ്കൂളിന്റെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവും, ആ ഏരിയയിൽ നിന്ന് ഇലകളോ അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ഒക്കെ പറിക്കുന്നതോ കണ്ടാല് അത്
എന്ത് ചെയ്യണം, നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യണം. അതായത് ആ ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെങ്കിൽ അവിടെ അതൊന്നും പറിക്കാനായിട്ട് പാടില്ല. ചിലപ്പോ മാങ്ങയോ അല്ലെങ്കിൽ എന്താ പറയാ കപ്പങ്ങയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് സ്കൂളിന്റെ ആ ഒരു കോമ്പൗണ്ടില്, സ്കൂളിന്റേത് മാത്രമായിട്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് അതൊക്കെ പൊട്ടിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തരുത്, കുട്ടികൾക്ക് ആ ഒരു ഇത് കൊടുക്കരുത്. അതൊന്നും ചെയ്യാനായിട്ട് പാടില്ലെന്ന് തന്നെ കുട്ടിയെ പറഞ്ഞ് പഠിപ്പിക്കണം. ഓക്കെ. അതുപോലെ തന്നെ അധ്യാപകന്റെ മേൽനോട്ടത്തിൽ കുട്ടികള് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണം സ്കൂളിൽ. ഇപ്പോ ജൂൺ 5 പരിസ്ഥിതി ദിനമാണ്. അതുപോലെ തന്നെ വന ദിനം ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. അതായത് ഒരു ജൂലൈ മാസത്തിലും ഒരാഴ്ച നമ്മൾ ആഘോഷിക്കാറുണ്ട് വനമഹോത്സവം എന്ന രീതിയിൽ. അതുകൂടാതെ ഡ്രൈ ഡേ ആചരിക്കാറുണ്ട്. അതുപോലെ തന്നെ ഗാന്ധി ജയന്തിയുടെ അന്ന് നമ്മൾ ഒരു പരിസരങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, വൃത്തിയാക്കാറുണ്ട് അല്ലെ, സ്കൂളിന്റെ പരിസരങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ ചെയ്യിപ്പിക്കാൻ അത് നമ്മൾ ശ്രമിക്കണം. ടീച്ചർ എന്ന രീതിയിൽ അതൊക്കെ ഓരോ കാര്യങ്ങള്, അതായത് ആ പുല്ല് പറിക്കുന്നതും മറ്റും അല്ലെങ്കിൽ ആ സ്കൂൾ കോമ്പൗണ്ട് വൃത്തിയാക്കുന്നത്, ഇതിനകത്തൊക്കെ എന്ത് ചെയ്യണം, കുട്ടികളെ നമ്മൾ പങ്കെടുപ്പിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. then അടുത്തത് ഡിസിപ്ലിൻ ആൻഡ് മെയിൻ്റനൻസ്. ഒന്ന് ജസ്റ്റ് വായിക്കുക കേട്ടോ. ഡിസിപ്ലിൻ ആൻഡ് മെയിൻ്റനൻസ് ഒന്ന് വായിക്കാം. ഓക്കെ. ഡിസിപ്ലിൻ ആൻഡ് മെയിൻ്റനൻസിൽ പറയുന്നത്, അത് അച്ചടക്കമാണ് കൂടുതലും പറയുന്നത്. നമ്മൾക്ക് പുസ്തക വിദ്യാഭ്യാസത്തേക്ക്, അതായത് ബുക്ക് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതിനേക്കാൾ ഉപരി കൂടുതലും നമുക്ക് ഡിസിപ്ലിൻ ആണ് വേണ്ടത്. അതായത് ഒരു ബുക്ക് നമ്മൾ പഠിക്കുന്നു, ഓക്കെ, നമ്മളുടെ സ്റ്റഡീസ് അല്ലെങ്കിൽ നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് പഠിച്ച് പരീക്ഷ ചെയ്യുന്നത് അല്ലെ. പക്ഷെ അതിനേക്കാൾ ഉപരി ഒരു കുട്ടി എന്ന രീതിയിൽ, ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ നമ്മൾ കൂടുതലായിട്ട് അച്ചടക്ക പരിശീലനമാണ് എന്ത് ചെയ്യുന്നത്, പ്രതീക്ഷിക്കുന്നത്. അത് മാതാപിതാക്കൾ, പാരന്റ്സ് എന്ന രീതിയിൽ കൂടുതൽ അവർക്ക് ഡിസിപ്ലിൻ ഉണ്ടാക്കാനാണ് എന്ത് ചെയ്യുന്നത്, സ്കൂളിലേക്ക് അവരെ വിടുന്നത്. ഓക്കെ. അപ്പോ ഈ വിദ്യാർത്ഥികള് അതുപോലെ തന്നെ മുതിർന്നവരുടെ മുമ്പിലും അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെ മുമ്പിലും ഒക്കെ എന്താണ്, മാന്യമായിട്ട് പെരുമാറണം. അച്ചടക്കം ശീലിച്ചാൽ മാത്രമാണ് നല്ല രീതിയിൽ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി വിദ്യാർത്ഥി, ഒരു സ്റ്റുഡന്റ് തനിച്ചാണെങ്കിൽ പോലും എന്ത് പാലിക്കേണ്ടതുണ്ട്, അച്ചടക്കം, ഡിസിപ്ലിൻ കൃത്യമായിട്ട് നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആ അച്ചടക്കം നടപ്പിലാക്കാനായിട്ട് അധ്യാപകൻ എന്ന രീതിയിൽ അവർക്കും എന്തുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അച്ചടക്കം ആരാണ് പഠിപ്പിക്കേണ്ടത്, ഡിസിപ്ലിൻ ആരാ പഠിപ്പിക്കേണ്ടത്, അധ്യാപകനാണ് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഓക്കെ. ഇനി അച്ചടക്കം എന്നത് ഒരു എന്താ പറയാ ബുദ്ധി, അതായത് ഒരു നേച്ചർ അല്ല. അത് അച്ചടക്കം എന്ന് പറയുന്ന ഒരു നേച്ചർ അല്ല. നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരു പ്രാക്ടീസിലൂടെ മാത്രമാണ് ഓരോ കുഞ്ഞുങ്ങൾക്കും അച്ചടക്കം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾക്ക് സാധിക്കുകയുള്ളൂ. അപ്പോ അതിനാൽ അച്ചടക്കം കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ടത് അധ്യാപകന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ. ഇതിൽ വീഴ്ച വരുത്തിയാൽ അവർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനും അവർക്ക് അവകാശമുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു കുഞ്ഞുങ്ങള് ഡിസിപ്ലിനിലൊക്കെ വീഴ്ച വരുത്തുകയാണെങ്കിൽ, അവരത് പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ അവർക്കതിന് എന്ത് ചെയ്യാം, ആക്ഷൻ എടുക്കാനായിട്ട് അധ്യാപകർ എന്ന രീതിയിൽ നമുക്ക് അവകാശമുണ്ടെന്നാണ് പറയുന്നത്. ഇനി അധ്യാപകനും അച്ചടക്കം പാലിക്കുകയും വിദ്യാർത്ഥികൾക്ക് മാതൃകയാവുകയും വേണം. അതായത് ഇത് പറഞ്ഞു കൊടുക്കുന്ന ആൾ, ഇപ്പൊ നിങ്ങൾ ടീച്ചേഴ്സ് ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഡിസിപ്ലിൻ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നിങ്ങളും എന്ത് ചെയ്യണം, അച്ചടക്കത്തിലൂടെ വന്നാൽ മാത്രമേ അവർക്ക് നമ്മൾക്കത് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കുട്ടികളിൽ ചിലർക്ക് ഗോസിപ്പ് പറയുന്ന ശീലങ്ങൾ ഉണ്ടാവാം, ചില കുട്ടികൾക്ക് നഖം കടിക്കുന്ന ശീലങ്ങൾ ഉണ്ടാവാം. ഇതൊക്കെ മോശം ശീലങ്ങളാണ്. ഇതൊക്കെ എന്ത് ചെയ്യണം, അവരെ കൊണ്ട് നിങ്ങൾ ഒഴിവാക്കി, അതായത് അവോയ്ഡ് ചെയ്യിപ്പിക്കണം. ഇനി സഹപ്രവർത്തകർ അങ്ങനെ ചെയ്യുന്നതായി കണ്ടാൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന അതായത്
നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഇങ്ങനെ ഗോസിപ്പ് പറയോ, നഖം കടിക്കുന്ന ശീലം ഞാൻ പറയുന്നില്ല, കൂടെ ഇപ്പോ ജോലി ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ട്. ടീച്ചേഴ്സ് ചിലവര് ഗോസിപ്പ്, അതായത് പരദൂഷണം പോലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കണ്ടാല് അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. കാരണം എന്താ അങ്ങനെ പറയുന്നത്? അതായത് കുട്ടികള് നമ്മളെ കണ്ടാണ്, ടീച്ചേഴ്സിനെ കണ്ടാണ് പഠിക്കുന്നത് അല്ലെ. അപ്പോ ആ ഒരു മോഡലാണ് അവരും പിന്തുടർന്ന് വരുന്നത് പിന്നീട്. അപ്പോ നമ്മള് ഗോസിപ്പ് പറയുന്നത് കേട്ടാല് കുട്ടികൾ എന്ത് ചെയ്യും? ഗോസിപ്പ് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു മാതൃകയായിട്ട് അവരുടെ മുമ്പിൽ നിൽക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറയുന്ന പാഠഭാഗത്ത് വരുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തീർന്നിട്ടോ. ഒരു 2 പേജുള്ളൂ, 2-3 പേജുള്ളൂ ഈ ഒരു സംഭവം. അതുകൊണ്ടാണ് പെട്ടെന്ന് തീർന്നത്. പ്രധാനമായിട്ടും ഡിസിപ്ലിൻ കാര്യങ്ങള്, സ്കൂളിൽ എങ്ങനെയാണ് നമ്മൾ കുട്ടികളെ മാനേജ് ചെയ്യുന്നത് ആ കാര്യങ്ങളാണ്. പിന്നെ ക്യാൻവാസിങ് എത്ര തരം, പിന്നെ ബിൽഡിംഗ് മെയിൻ്റനൻസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. ഓക്കെ, അപ്പൊ നന്നായിട്ടൊന്ന് വായിക്കുക കേട്ടോ. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ മാം. ഓക്കെ, ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കൊണ്ട് ഒന്നും പറയിപ്പിച്ചിട്ടില്ല കൂടുതലായിട്ടെന്ന്. ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ചേർക്കാനുണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ അടുത്ത ക്ലാസ്സിൽ പറയാവുന്നതാണ് കേട്ടോ. കേട്ടല്ലോ പറഞ്ഞത്? ഓക്കെ മാം. ഓക്കെ, ഇത് നന്നായിട്ട് വായിക്കാം. പറയാനുണ്ടാകും. ഞാൻ ചില കാര്യങ്ങൾ ഇതിനകത്ത് ചേർത്തിട്ടില്ല സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ എഴുതിക്കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യണം. ഓക്കെ, സ്കൂൾ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, അഡീഷണൽ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ആക്ടിവിറ്റി ആയിട്ട് ചെയ്തിട്ട് വരിക കേട്ടോ. അസൈൻമെന്റ് വേണ്ട, ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ മാം. എല്ലാവരും ചെയ്തിട്ട് വരിക കേട്ടോ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.